ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം കാർലോ ആഞ്ചലോട്ടി ഇതുവരെ നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല. അതിനിടെ നെയ്മർക്ക് നിരന്തരം പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാതെ നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കാർലോ ആഞ്ചലോട്ടി ഉള്ളത്. ഏതായാലും വേൾഡ് കപ്പിന് ഇനി കേവലം 6 മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നെയ്മറുടെ ഇതുവരെയുള്ള വേൾഡ് കപ്പിലെ പ്രകടനങ്ങൾ എങ്ങനെയുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2014 വേൾഡ് കപ്പിലാണ് ബ്രസീലിന് വേണ്ടി നെയ്മർ ജൂനിയർ ആദ്യമായി കൊണ്ട് കളിക്കുന്നത്. ഏതായാലും ഇതുവരെ നെയ്മർ 13 മത്സരങ്ങളാണ് വേൾഡ് കപ്പിൽ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 11 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 8 ഗോളുകളും 3 അസിസ്റ്റുകളും നെയ്മർ നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മോശമല്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ നല്ല രൂപത്തിൽ തന്നെ വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ കളിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2014 ക്രൊയേഷ്യക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടാൻ നെയ്മർക്ക് കഴിഞ്ഞു. പിന്നീട് മെക്സിക്കോക്കെതിരെ നെയ്മർക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. അതിനുശേഷം കാമറൂണിനെതിരെ 2 ഗോളുകൾ നെയ്മർ ജൂനിയർ നേടിയിരുന്നു. അതിനുശേഷം ചിലിക്കെതിരെ നെയ്മർ ഒന്നും നേടിയില്ല. പിന്നീട് കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു അസിസ്റ്റ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കി. അങ്ങനെയാണ് നെയ്മറുടെ ആ ഒരു വേൾഡ് കപ്പിലെ പ്രകടനം വരുന്നത്. ഇനി 2018 വേൾഡ് കപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. അതിനുശേഷം കോസ്റ്റാറിക്കക്കെതിരെ ഒരു ഗോൾ നേടി, സെർബിയക്കെതിരെ ഒരു അസിസ്റ്റ് നേടി, മെക്സിക്കോക്കെതിരെ ഒരു ഗോൾ നേടി, ബെൽജിയത്തിനെതിരെ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ഇനി കഴിഞ്ഞ വേൾഡ് കപ്പിലെ പ്രകടനം എടുത്തു പരിശോധിക്കുമ്പോൾ ചില മത്സരങ്ങൾ പരിക്ക് കാരണം നെയ്മർക്ക് നഷ്ടമായിരുന്നു. സെർബിയക്കെതിരെ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. സൗത്ത് കൊറിയക്കെതിരെ ഒരു ഗോളും ഒരു അസിസ്റ്റും നെയ്മർ ജൂനിയർ സ്വന്തമാക്കി. അതിനുശേഷം ക്രൊയേഷ്യക്കെതിരെ നെയ്മർ ജൂനിയർ ഒരു ഗോൾ നേടിയിരുന്നു. ആ ഗോളിൽ ബ്രസീൽ രക്ഷപ്പെടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവിടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബ്രസീലിന് പരാജയപ്പെട്ടുകൊണ്ട് പുറത്തു പോവേണ്ടി വന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ നല്ല രൂപത്തിൽ തന്നെ നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട്. അടുത്ത വേൾഡ് കപ്പിലും അദ്ദേഹം ഒരു മുതൽക്കൂട്ടാകും. പക്ഷേ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.